കാർഷിക വിളകളുടെ വിലക്കുറവ് മൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കർഷകർക്ക് വിളനാശം മൂലം കോടികളുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഈ നഷ്ടപരിഹാരം അടിയന്തരമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടികൾ എടുക്കുമോ? യെസ് മിനിസ്റ്റർ. വിളനാശം ഉണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം വളരെ വേഗത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം, ആഗോളതാപനം അതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആഗോളതാപനമൊന്നുമല്ല, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് മാറിയിട്ട് ഗ്ലോബൽ ബോയിലിംഗ് എന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കുന്നത് കാർഷിക മേഖല തന്നെയാണ്. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കൃഷി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും കൃഷിയെയാണ് ബാധിക്കുന്നത്. കൃഷിയെ ബാധിക്കുമ്പോൾ അത് കർഷകനെ ബാധിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നു. ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിലേക്ക് എത്തുന്നു. നമ്മൾ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നം അവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ശാശ്വതമായ പരിഹാരമാർഗം നമുക്ക് സാധ്യമായിടത്തോളം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിൽക്കുന്ന ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കർഷകർ സഹായകമാകുന്ന തരത്തിലേക്ക് നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലേക്കും കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി വന്നിട്ടുണ്ട്. 27 വിളകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രീമിയം കർഷകൻ അടയ്ക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രവും സംസ്ഥാനവും തുല്യ ഇത് അടയ്ക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ തന്നെ കർഷകർക്ക് വിളനാശം സംഭവിക്കുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി എഴുതിത്തള്ളുക അത്തരം കാര്യങ്ങൾ സർക്കാരിന് ഇപ്പോൾ അത് ആലോചിക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഏറ്റവും കൂടുതലായി, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കർഷകരെല്ലാം വായ്പയിലെടുത്തിയത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ കർഷകരെ സഹായിക്കാനുള്ള എല്ലാ കാര്യവും സഹകരണ വകുപ്പ് നടത്തുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കടാശ്വാസ കമ്മീഷൻ്റെ ഭാഗമായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപേക്ഷകളുടെ കാര്യവും പറഞ്ഞു. കുടിശ്ശിക ഉണ്ടെങ്കിലും നമ്മളതെല്ലാം ആ ഇളവുകൾ കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.